അദ്ദേഹം യാചനായാത്ര നടത്തിയ വർഷം 1931. അപ്പൊ ഇത് ദരിദ്രരായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. LP UP വിജയ്പഥ് കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഷോർട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ക്വസ്റ്റ്യൻസിലൂടെ കേരള റിനൈസൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ നിന്ന് പഠിച്ചു പോകാം. ഓൾറെഡി നമ്മൾ ഒരു ക്ലാസ് ഇത് ഡിസ്കസ് ചെയ്തതാണ് കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇന്ന് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതില് കഴിഞ്ഞ ഒരു കൊല്ലം വന്നിട്ടുള്ള കേരള റിനൈസൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. LP UP എക്സാമിന്റെ സിലബസിൽ കേരള റിനൈസൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പൊ അതിനകത്ത് നിന്ന് നമുക്ക് എങ്ങനെയെല്ലാമാണ് ഈ ഇടയുള്ള ചോദ്യങ്ങൾ വരുന്നത് എന്ന് നമുക്ക് പഠിച്ചെടുക്കാം. നമ്മൾ പഠിച്ച ഫാക്ട്സ് ഒന്ന് വളരെ കൂടുതലായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ ചോദിച്ച് കാണുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ആൻസറിലേക്ക് എത്തുമ്പോഴേക്കും കുറച്ച് സമയം നമ്മൾക്ക് ഒരു ചോദ്യത്തിന്മേൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യം മന്നത്ത് പത്മനാഭനെ കുറിച്ചിട്ടാണ്. മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പൊ ഇവിടെ ഓരോ ഈവന്റുകളാണ് തന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതയാത്രയുമായി ബന്ധപ്പെട്ടത്. ഒരു പോയിന്റ് 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി. ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ്. അപ്പൊ ഇതില് ശരിയായ പ്രസ്താവന മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓപ്ഷൻസ് 1, 2, 3, 2, 3, 4, 1, 3, 4, 1, 2, 4. അപ്പൊ ഇതില് 1, 2, 3 ശരിയായ പ്രസ്താവനകളാണ്. അതായത് 1947 മുതുകുളം പ്രസംഗം അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടത്, 1959 വിമോചന സമരം അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഭാരത കേസരി എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ പക്ഷേ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടത്. പക്ഷേ ഈ ലാസ്റ്റ് പോയിന്റ്, ഈ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കോഴഞ്ചേരി പ്രസംഗം, അത് ഒരു കാരണവശാലും ആരുമായിട്ട് ബന്ധപ്പെട്ടതല്ല, മന്നത്ത് പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ടത് അല്ല. ഓക്കെ, അപ്പൊ ഓപ്ഷൻ നോക്കിയിട്ട് ശരിയായതാ ചോദിച്ചിരിക്കുന്നത്. 1, 2, 3 ശരിയാ. ഓപ്ഷൻ A ആണ് ആൻസർ. അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിനം January 2 നമുക്ക് അവധിയാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലെ. അപ്പൊ NSSന്റെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. പെരുന്ന, ചങ്ങനാശ്ശേരിയിലെ പെരുന്ന എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് 1878. അതുപോലെ 1970 ഫെബ്രുവരി 25 അദ്ദേഹം മരണപ്പെട്ടത് അല്ലെങ്കിൽ അന്തരിച്ചത്. അപ്പൊ അദ്ദേഹം ഭാരത കേസരി എന്ന് അറിയപ്പെടുന്നു എന്ന് പറയുന്നത് 1959 അദ്ദേഹത്തിന് കൊടുത്ത ഒരു പട്ടമാണ്, ഒരു ബഹുമതിയാണ് എന്ത് ഭാരത കേസരി എന്ന് പറയുന്നത്. അതുപോലെ സവർണ ജാഥ അദ്ദേഹം നയിച്ചത് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. 1924 അപ്പൊ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ ആഹ്വാനം ഉൾക്കൊണ്ടിട്ടാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ എന്ത് നടത്തിയത്, സവർണ ജാഥ നടത്തിയിട്ടുള്ളത്. 1947 മുതുകുളം പ്രസംഗം, അത് അദ്ദേഹം ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള, അതായത് പ്രസന്റ് സിറ്റുവേഷനിലുള്ള പ്രോബ്ലംസ് ചൂണ്ടിക്കാണിച്ചിട്ട് ഉത്തരവാദിത്ത ഭരണം വേണം എന്ന ആശയം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു മുതുകുളം പ്രസംഗം. അത് 1947 എന്നതാണ് വർഷം. ഇനി വിമോചന സമരം 1959. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ലിനെതിരെ നടത്തിയ സമരമാണ് വിമോചന സമരം എന്നത്. അപ്പൊ അത് വിമോചന സമരം വർഷം ചോദിക്കാം, 1959, അല്ലെങ്കിൽ വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളിൽ മന്നത്ത് പത്മനാഭൻ ഉൾപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് അറിയപ്പെടുന്നത് ആര്, മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ ഇത് കൂടാതെ ഒരുപാട് പോയിന്റ് അദ്ദേഹവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ ആ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെടുത്തി കണക്റ്റഡ് ഫാക്ട്സും നോക്കിപ്പോകാം. ഇപ്പൊ നമുക്ക് ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തി കുറച്ച് കണ്ടൻസ് പഠിക്കാം. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ നവോത്ഥാന നായകന്മാരുമായിട്ട് ബന്ധപ്പെടുത്തി അവരുടെ ആത്മകഥകള്, അവരെഴുതിയ പുസ്തകങ്ങള്, അത്തരം കാര്യങ്ങൾ, അതിന്റെ വർഷങ്ങള് അല്ലെങ്കിൽ വിശേഷണങ്ങൾ എല്ലാം തന്നെ വീണ്ടും ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാ കണ്ടന്റും നമുക്ക് പഠിച്ചെടുക്കേണ്ടതാണ്. ഓരോ വരിയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ കുറച്ച് കണ്ടന്റ് ആണ് ഈ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ ഒരു കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഏത് രീതിയിലാണ് തൊട്ടുപോയ കൊല്ലം വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കുന്നത്. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പൊ VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക.
വി.ടി. ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിന്റെ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകത്തിന്റെ പേരും അല്ലെങ്കിൽ നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരിക. കാരണം ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് വി.ടി. ഭട്ടതിരിപ്പാടുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ തന്നിരിക്കുന്നു, നമുക്ക് നോക്കാം. നാനാജാതി മതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്നുള്ള ആശയം, ഘോഷ ബഹിഷ്കരണം, വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു, മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഇവിടെ തന്നിരിക്കുന്നത് ശരിയാണ്. അപ്പൊ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ തന്നെയാണ് തന്നിരിക്കുന്നത്, എല്ലാം ശരിയാണ് എന്നുള്ളതാണ് അവിടെ ആൻസർ. അപ്പൊ അദ്ദേഹം ജനിച്ചത് പൊന്നാനി താലൂക്കിൽ പെട്ട മലപ്പുറം ജില്ലയിലെ മേഴത്തൂർ എന്നുള്ള സ്ഥലത്താണ് 1896 മാർച്ച് 26-നാണ്. അന്തരിച്ചത് 1982 ഫെബ്രുവരി 12-നും. അപ്പൊ ബഹുമത സമൂഹം എന്ന ആശയം, അതായത് ജാതിഭേദങ്ങളില്ലാതെ എല്ലാവരും ഒരുപോലെ എന്നുള്ള സമൂഹത്തിന്റെ ഒരു ആശയം അദ്ദേഹം രൂപീകരിച്ചു. ഏറ്റവും ആദ്യം അദ്ദേഹം നമ്പൂതിരി യുവജന സംഘമാണ് രൂപീകരിക്കുന്നത്. അതിനുശേഷമാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചിരിക്കുന്നത്. 1937 വിധവാ പുനർവിവാഹം സംഘടിപ്പിച്ചത്. അപ്പൊ വിധവാ പുനർവിവാഹത്തിന്റെ വക്താക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ആര്? വി.ടി. ഭട്ടതിരിപ്പാട്. അദ്ദേഹം യാചനായാത്ര നടത്തിയ വർഷം 1931. അപ്പൊ ഇത് ദരിദ്രരായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അത് നടത്തിയത് എവിടം വരെയാണ്? ചന്ദ്രഗിരിപ്പുഴ വരെയാണ് നടത്തിയിട്ടുള്ളത്. തൃശ്ശൂർ തുടങ്ങി ചന്ദ്രഗിരിപ്പുഴ വരെ. അത് ഇനി കാസർഗോഡ്. ഓക്കെ. ഇനി 1968 സാമൂഹ്യ പരിഷ്കരണ ജാഥ നടത്തിയിട്ടുണ്ട്. അത് മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ വിധവാ പുനർവിവാഹം നടത്തിയിട്ടുണ്ട്, അതുകൂടാതെ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നടത്തിയിരിക്കുന്ന ജാഥ എപ്പോഴാണ്? 1968. അപ്പോ കാഞ്ഞങ്ങാട് തുടങ്ങി ചെമ്പഴന്തി വരെ. ഓക്കെ. കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഏതാണ് യാത്ര? സാമൂഹിക പരിഷ്കരണ ജാഥ 1968. ഇപ്പൊ നമ്മള് A.K. ഗോപാലൻ എന്ന വ്യക്തിയെ കുറിച്ച് പഠിക്കുമ്പോഴും ഒരുപാട് ജാഥകളുടെ വാക്കുകളും ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെ എന്നുള്ളത് പഠിക്കും. അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ അല്ലെ, സവർണ ജാഥ, അതുപോലെ വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ജാഥ, അതുപോലെ ഇദ്ദേഹം വി.ടി. ഭട്ടതിരിപ്പാടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ അക്കമ്മ ചെറിയാൻ, ഇങ്ങനെ ഓരോരുത്തരായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജാഥകൾ പഠിക്കാറുണ്ട്. പക്ഷെ ഇത് എവിടെ മുതൽ എവിടം വരെ, ആ വർഷവും വേണം, പർപ്പസ് വേണം, അത് എന്തിനു വേണ്ടിയാണ് നടത്തിയത്, അതേപോലെ ആ സാഹചര്യം എന്തായിരുന്നു, അതുപോലെ എവിടെ നിന്ന് എവിടം വരെയാണ് എന്നുള്ളതും കൂടിയും ഓർത്തു വെക്കാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പണ്ഡിറ്റ് K.P. കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. ഇത് ഒത്തിരി കണ്ടന്റ് ഉണ്ട്. പണ്ഡിറ്റ് K.P. കറുപ്പൻ സ്ഥാപിച്ച സംഘടനയായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഓർത്തു വെച്ച് പഠിക്കണം. ഓരോ സഭയുടെ പേര് നമുക്ക് പെട്ടെന്ന് കിട്ടും, പക്ഷെ ഏത് സ്ഥലത്താണ് ഇരിക്കുന്നത് എന്ന് കണക്ട് ചെയ്യാനായിട്ട് പാടാണ്. അപ്പൊ അത് ആവർത്തിച്ച് പഠിച്ചെടുക്കാം. ഇവിടെ ഓപ്ഷൻസ് നോക്കിക്കേ. സമത്വ സമാജം, അരയ സമുദായം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ തുടങ്ങിയ കുറെ കണ്ടന്റ്. ഇത് കൂടാതെ ഇനിയുണ്ട് കേട്ടോ സഭകള്. അപ്പൊ ഇതില് പോയിന്റ് 1 നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സമത്വ സമാജം, അതിന് മാത്രം എന്തില്ല, ഇദ്ദേഹമായിട്ട് കണക്ഷൻ ഇല്ല. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് 1836. അപ്പൊ പണ്ഡിറ്റ് K.P. കറുപ്പൻ സ്ഥാപിച്ചാണ്. ബാക്കിയല്ല അരയ സമുദായം സഭ, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ. ഇത് കൂടാണ്ട് ഇനിയും എന്തുണ്ട്, സഭകൾ അദ്ദേഹം സ്ഥാപിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ഇതിൽ ആൻസർ ഓപ്ഷൻ ബി ആണ്. എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ 1885 അദ്ദേഹം ജനിച്ചത്. അന്തരിച്ച് 1938 മാർച്ച് 23-നാണ്. ഇദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേര് കേരള ലിങ്കൺ എന്ന് അറിയപ്പെട്ടിരുന്ന ആളാണ് പണ്ഡിറ്റ് കറുപ്പൻ. അതുപോലെ കല്യാണദായിനി സഭ അദ്ദേഹം സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂർ. കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂരാണ് സ്ഥാപിച്ചത്. സന്മാർഗ പ്രദീപ സഭ കുമ്പളം, എറണാകുളം ജില്ല ഭാഗത്താണ്. സന്മാർഗ പ്രദീപ സഭ കുമ്പളം, കൊച്ചി ഭാഗത്താണ്. ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി. ഓക്കെ. അരയ വംശോദ്ധാരണി സഭ ഏങ്ങണ്ടിയൂർ. വാല സമുദായ പരിഷ്കാരണി സഭ തേവര. ഇത് ഓരോ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. സ്ഥലവും ആ പേരും വ്യക്തമായി അറിഞ്ഞിരിക്കാം. ആൻസർ ബി ആണ്. നമ്മൾക്ക് അതിൽ തന്നിരിക്കുന്ന എല്ലാവിധ കണ്ടിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒന്ന് മാത്രമാണ് അവിടെ തെറ്റുള്ളത്. അപ്പൊ ഇതിലെ ഓപ്ഷൻ ബി 2, 3, 4 ശരി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആൻസറിലേക്ക് എത്തുമ്പോൾ മനസ്സിലാകുന്നത്. ഇവിടെ 1885 അദ്ദേഹം ജനിച്ചത്. എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ എന്നുള്ള സ്ഥലത്താണ് ജനിച്ചത്.
അന്തരിച്ചത് 1938 മാർച്ച് 23-നുമാണ്. അദ്ദേഹം സ്ഥാപിച്ച സംഘടനകൾ, സഭകള് ഒത്തിരി ഉണ്ട്. അപ്പൊ ആ കണ്ടന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് മുഴുവനും തന്നെ പഠിച്ചു വെക്കേണ്ടതുമാണ്. സംഘടനയുടെ പേരും സ്ഥലപ്പേരും ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. കേരള ലിങ്കൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. കല്യാണദായിനി സഭ അദ്ദേഹം സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരാണ്. സന്മാർഗ പ്രദീപ സഭ കുമ്പളത്ത്. അതുപോലെ ജ്ഞാനോദയം സഭ സ്ഥാപിച്ചത് ഇടക്കൊച്ചി. അരയ വംശോദ്ധാരണ സഭ നമുക്ക് ഏങ്ങണ്ടിയൂരാണ് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നത്. വാല സമുദായ പരിഷ്കാരണ സഭ തേവര. ഓക്കെ, ദെൻ അടുത്തത് കൊച്ചി പുലയ മഹാസഭ, പേരിൽ തന്നെ സ്ഥലമുണ്ട്. പിന്നെ ബാലസേവാ സമിതി, അത് വൈക്കത്താണ്. പ്രബോധയ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂർ. സുധർമ്മ സൂര്യോദയ സഭ തേവരയിലും. അപ്പൊ അരയ സമാജം സ്ഥാപിച്ച വർഷം ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് വന്നിട്ടുള്ളതാണ്. 1907. അരയ സമാജം സ്ഥാപിച്ച വർഷം 1907. കായൽ സമ്മേളനം 1913. കായൽ സമ്മേളനം ഇവിടെ ശ്രദ്ധിക്കുക, ജാതിയിൽ താഴ്ന്ന ആളുകൾക്ക് വഴി നടക്കുന്നതിന് ഒരുപാട് പ്രശ്നങ്ങൾ സവർണ ജാതിക്കാർ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി സഞ്ചാര സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സമരമാണ് കായൽ സമരം. അപ്പൊ അതിന്റെ വർഷം, ആ സമ്മേളനം 1913 കായൽ സമ്മേളനം നടത്തിയത് ആരെന്ന് ചോദിക്കാം, അതിന്റെ വർഷവും ചോദിക്കാം. ഓക്കെ, 1913. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ആര്? അപ്പൊ ഇദ്ദേഹം ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം എന്നുള്ളത് സ്ഥലപ്പേരാണ്. ഓക്കെ, തിരുവനന്തപുരത്താണ് വക്കം. അദ്ദേഹം ജനിച്ചത് ഈ തിരുവനന്തപുരത്ത് വക്കം എന്നുള്ള സ്ഥലത്താണ്. 1873. 1873. അതുപോലെ മരണം 1932 ഒക്ടോബർ 31-നുമാകുന്നു. ഇനി അദ്ദേഹത്തെ പറ്റിയുള്ള ചോദ്യം എപ്പോഴും കൂടുതലായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് സ്വദേശാഭിമാനി പത്രം. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ച ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ പ്രധാനപ്പെട്ട പരിഷ്കർത്താവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇങ്ങനെയും ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് സ്ഥാപിച്ച സംഘടനകൾ, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ എന്നുള്ളതാണ് സംഘടനയുടെ പേര്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ അഖില എന്നുള്ള വാക്ക് പലപ്പോഴും ഒഴിവാക്കിയാണ് കാണുന്നത്. എന്നാൽ പോലും തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. മുസ്ലിം ഐക്യ സംഘം, മുസ്ലിം സമാജം, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം തന്നെ സ്ഥാപിച്ചതാണ്. ഓക്കെ, അപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സമാജം അല്ലെങ്കിൽ സംഘടനകൾ എന്തൊക്കെയാണ്? അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, മുസ്ലിം ഐക്യ സംഘം, മുസ്ലിം സമാജം, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, അതുപോലെ തന്നെ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഈ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര് എന്നുള്ളത്. PSC ഒത്തിരി തവണ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻ ആദ്യം ശ്രദ്ധിച്ചു വെക്കുക, അത് കഴിഞ്ഞ് ഓപ്ഷൻസിലേക്ക് നീങ്ങുക. അപ്പൊ നമ്മള് LP-UP എക്സാമിന്റെ സിലബസിനോട് അനുബന്ധിച്ച് റിനൈസൻസിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ, അത് മറ്റു പരീക്ഷകൾക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോ നോക്കുന്നത്. അപ്പൊ ആ റിനൈസൻസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ തരത്തിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പിസ്വാമി, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ. അപ്പോ സമപന്തി ഭോജനം തുടങ്ങിയത് അല്ലെങ്കിൽ നടത്തിയത് ആരായിരുന്നു? വൈകുണ്ഠ സ്വാമികളാണ്. 1809 മാർച്ച് 12-നാണ് ജനിച്ചത്. സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന കന്യാകുമാരിയുടെ അവിടെ അടുത്തുള്ള സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അപ്പൊ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥലം പ്രധാനമായിട്ട് കിടക്കുന്നത്. അതുപോലെ പക്ഷെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള രീതിയിൽ നമ്മൾ ആരെയാണ് പഠിക്കുന്നത്? നമ്മുടെ വൈകുണ്ഠസ്വാമികളുടെ പേര് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോ 1851 ജൂൺ 3-നാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ പേര് എല്ലാവർക്കും അറിയാം, മുടിചൂടും പെരുമാൾ എന്നാണ് ആദ്യം ഇട്ടിരുന്നത്. അപ്പൊ സവർണരായ ആളുകൾ അതിനെതിരെ ശബ്ദമുയർത്തുകയും മുത്തുകുട്ടി എന്ന് പിന്നീട് പേര് മാറ്റുകയും ചെയ്തു. അതിനുശേഷം വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ വിഷ്ണുവിന്റെ തന്നെ അവതാരമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ആര്? നമ്മളുടെ വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം, അതുപോലെ ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന്, ഇതൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അയ്യാവഴി മതം സ്ഥാപിച്ചു എന്ന് മനസ്സിലാക്കാം. അതുപോലെ
ആരാധനാലയം, നിഴൽത്താങ്കൽ എന്ന പേരിലുള്ള ആരാധനാലയം സ്ഥാപിച്ചു. അതുപോലെ അയ്യാവഴി മതം, അതുമായിട്ട് ബന്ധപ്പെട്ട് പതികൾ എന്ന് പറയുന്ന ക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം വൈകുണ്ഠസ്വാമികളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. അപ്പൊ തുവേൽപന്തി കൂട്ടായ്മ, സമപന്തി ഭോജനം നടത്തിയ അദ്ദേഹമാണ്. അതുപോലെ തുവേൽപന്തി കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കും ചിട്ടയുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സംഭാഷണങ്ങളൊക്കെ നടത്തുന്നതിനുള്ള ഒരു കൂട്ടായ്മയാണ് തുവേൽപന്തി കൂട്ടായ്മ. ഒരു ബോധവൽക്കരണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് തുവേൽപന്തി കൂട്ടായ്മ സ്ഥാപിച്ചത്. അതുപോലെ എല്ലാവർക്കും വെള്ളം എടുക്കുന്നതെല്ലാം മുന്തിരിക്കിണർ സ്ഥാപിച്ചു. സമത്വ സമാജം 1836 സ്ഥാപിച്ചതാണ്. സമ്പൂർണ്ണ ദേവൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പൊ അയ്യാവഴി ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് പതികൾ എന്നാണ്. അതൊക്കെ സെപ്പറേറ്റ് ചോദ്യമായിട്ട് ഓരോ വരിയും ഓരോ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ആര് എന്ന ചോദ്യം. ചാന്നാർ ലഹള അല്ലെങ്കിൽ മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ വ്യക്തിയും ആരാണ്? നമ്മളുടെ വൈകുണ്ഠസ്വാമികളാണ്. ഏറ്റവും ആദ്യകാലത്ത് പ്രചോദനം കൊടുത്തത് വൈകുണ്ഠസ്വാമികളാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോ ഒത്തിരി ഇത് കൂടാതെ അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ചു ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട്. അത്തരം കണ്ടന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അത് കൂടാതെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ എന്നുള്ളത് ഇനിയും പഠിക്കാനുണ്ട്. കുറച്ച് പോയിന്റുകൾ നമുക്കിവിടെ നോക്കിപ്പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡീൽ ചെയ്ത ചോദ്യം എന്തായിരുന്നു? സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. വൈകുണ്ഠസ്വാമികളാണ് അവിടെ ആൻസർ. അദ്ദേഹം ജനിച്ച വർഷം, അന്തരിച്ച വർഷം, അതുപോലെ ആദ്യത്തെ പേര്, പിന്നീടുള്ള പേര്, അതുപോലെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നാണ് അറിയപ്പെടുന്നത്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളത്. അതുപോലെ ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന്. അയ്യാവഴി മതം സ്ഥാപിച്ചു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജന്റെ ഭരണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണത്തെ കരിനീജ ഭരണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പലപ്പോഴും പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. അപ്പൊ ആരാധനാലയങ്ങളുടെ പേര്, അയ്യാവഴി ക്ഷേത്രങ്ങൾ, പതികൾ, അത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? അതായത് റിനൈസൻസിന്റെ നേതാക്കന്മാരുടെ പേരും അവര് തുടങ്ങിയ ഓരോ പ്രസ്ഥാനത്തിന്റെ പേരും തന്നിരിക്കുകയാണ്. അപ്പൊ അതിൽ ഒരു കോമ്പിനേഷൻ തെറ്റാണ്. അതേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അയ്യങ്കാളി സ്ഥാപിച്ചത് സാധുജന പരിപാലന സംഘം, നമുക്കറിയാം, അത് ശരിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വാക്പടാനന്ദൻ സ്ഥാപിച്ചത് സമത്വ സമാജമാണോ? അല്ല. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. വാക്പടാനന്ദൻ സ്ഥാപിച്ചത് എന്താണ്? ആത്മവിദ്യാ സംഘം 1917. ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. സമത്വ സമാജവും അതെ, അതുപോലെ തന്നെ വാക്പടാനന്ദന്റെ ആത്മവിദ്യാ സംഘവും അതെ, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇതിൽ തെറ്റായ ബന്ധം 3 മാത്രം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി. അപ്പൊ നമുക്ക് വാക്പടാനന്ദനെ കുറിച്ചുകൂടി ഒന്ന് നോക്കാം. കണ്ണൂർ ജില്ലയിലെ പാട്ടി എന്നുള്ള സ്ഥലത്ത് 1885 ഏപ്രിൽ 27 അദ്ദേഹം ജനിച്ചത്. അതുപോലെ 1939 ഒക്ടോബർ 29 അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹം സ്ഥാപിച്ച ആത്മവിദ്യാ സംഘം 1917, ആ ഇയറും ആ ഒരു പേരും കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കാം. അദ്ദേഹം അദ്വൈത ദർശനത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. നിർഗുണ ഉപാസന എന്ന ആരാധനാ രീതി അദ്ദേഹം ഫോളോ ചെയ്തിരുന്നു. അതുപോലെ ബാലഗുരു എന്നറിയപ്പെട്ടിരുന്നു. അതുപോലെ രാജയോഗാനന്ദ കൗമുദി യാഗശാല 1911 കല്ലായിൽ സ്ഥാപിച്ചു. കല്ലായി എവിടെയാണ്? കോഴിക്കോട്. ഓക്കെ, ഇത്തരം കണ്ടന്റ് പ്രത്യേകിച്ചും ഈ ഒരു കണ്ടന്റിനാണ് ഏറ്റവും പ്രാധാന്യം. സ്ഥിരമായിട്ട് നമ്മളോട് PSC ചോദിക്കാറുള്ളതാണ്. അപ്പൊ ജനിച്ച വർഷവും മരിച്ച വർഷവും ഒക്കെ ഓർക്കാൻ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ പോലെ ആവർത്തിച്ച് നമ്മൾ പഠിച്ചെടുക്കുക. സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഇങ്ങനെ ജനിച്ച വർഷം എത്രയാ മരിച്ച വർഷം എത്രയാന്നുള്ളതൊന്നും അങ്ങനെ ചോദിച്ചു കാണാറില്ല. പക്ഷെ സ്റ്റേറ്റ്മെന്റ്സ് തരുമ്പോൾ ഇന്ന ആൾ എന്ന് ആരാണെന്ന് തിരിച്ചറിയുക എന്ന് പറഞ്ഞിട്ട് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു, 1885 ജനിച്ചു, 1939 അന്തരിച്ചു, ബാലഗുരു എന്നറിയപ്പെട്ടിരുന്നു, നിർഗുണോപാസന അല്ലെങ്കിൽ അദ്വൈത സിദ്ധാന്തമൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു, അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് തരും. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണ്ടേ ഇന്ന ആളാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ജനിച്ച വർഷവും മരിച്ച വർഷവും തന്നത്. രണ്ടും ശ്രദ്ധിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ കണ്ടന്റ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ നമ്മൾക്ക് കുറച്ചുകൂടിയും ചോദ്യങ്ങൾ നോക്കാം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.